പി രാജീവ് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പി രാജീവിൻ്റെ കൈകളിലേക്ക് അവിടെ അസംതൃപ്തരായ ഒരു പറ്റം ലീഗ് വിമതർ കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഒരു പ്രയോഗം. പിന്നെ നമുക്ക് രമേഷ് പിഷാരടിയെ അങ്ങനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല, കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം രമേഷ് പിഷാരടി അങ്ങനെ രാഷ്ട്രീയപരമായി ധാരണയില്ലാത്തൊരു ഒരാളല്ല. അപ്പം ശോഭാ സുരേന്ദ്രൻ തവണയും രണ്ടാം സ്ഥാനത്ത് വരും. കാരണം ശോഭാ സുരേന്ദ്രനാണ് BJP ഒരു അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിയായ പത്മജ ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന് നമ്മൾ കാണേണ്ടത്. തൃപ്പൂണിത്തുറയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJPക്ക് കുറച്ചും കൂടി സ്വീകാര്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. കുന്നപ്പള്ളി എന്തായാലും മനോജ് മുത്തേടനെ വിജയിപ്പിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു പരാജയം മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായൊരു തോൽവി ചിലപ്പോൾ UDF ഉണ്ടാകാവുന്ന സ്ഥലമാണ്. നമസ്കാരം രാജേട്ടാ. നമസ്കാരം. നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു നമ്മൾ നോക്കുന്ന വേറൊരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഈ മഞ്ചേശ്വരം പോലെ തന്നെ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം നോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. എന്തായിരിക്കും പാലക്കാട് സംഭവിക്കാൻ സാധ്യതയില്ല? കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള അവിടെ UDF നിലവിൽ UDFിൻ്റെ സീറ്റായിരുന്നു. അത് നിലനിർത്താനായിട്ട് പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെയാണോ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലല്ല. പക്ഷേ അനൂപ്, ഞാനൊരു കാര്യം പറയാം. അതായത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണല്ലോ പിന്നെ നമുക്ക് രമേഷ് പിഷാരടിയെ അങ്ങനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല, കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം രമേഷ് പിഷാരടി അങ്ങനെ രാഷ്ട്രീയപരമായി ഒരാളല്ല. നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം സിനിമാ നടനാണ്, ഹാസ്യതാരൊക്കെ ആണെങ്കിൽ പോലും, കോമഡി ഷോ ഒക്കെ നടത്തുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെ, നല്ല വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള ആൾ തന്നെയാണെന്നാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് രമേഷ് പിഷാരടിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ഗുണകരമാവുന്നും അല്ലെങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായിരിക്കുന്ന ശോഭാ സുരേന്ദ്രന് വിജയിച്ച് കയറാനുള്ള ഒരു വലിയ വഴി തുറക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളൊക്കെ ആദ്യം ഉണ്ടായെങ്കിൽ പോലും അങ്ങനെയല്ല അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ. കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചത് അത് തന്നെ ഇത്തവണ സംഭവിക്കും. രമേഷ് പിഷാരടി അവിടെ വിജയിച്ച് കയറാനുള്ള രാഷ്ട്രീയ സാഹചര്യം പൊളിറ്റിക്കലി ആണല്ലോ മത്സരം നടക്കുന്നത്. അപ്പം ശോഭാ സുരേന്ദ്രൻ തവണയും രണ്ടാം സ്ഥാനത്ത് വരും. കാരണം ശോഭാ സുരേന്ദ്രനാണ് BJP ഒരു അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത്. പിന്നീട് അവർ പല സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചെങ്കിൽ പോലും ഇപ്പോൾ മെട്രോമാൻ, കഴിഞ്ഞ തവണ മെട്രോമാൻ ആയിരുന്നു. മെട്രോമാനാണ് അവിടെ ഏറ്റവും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ ഒരു മത്സരം കാഴ്ചവെച്ചത്. അദ്ദേഹം വിജയിച്ചു. വോട്ടെണ്ണുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും, അദ്ദേഹം ഏതാണ്ട് വിജയിച്ചു എന്നുള്ള മട്ടിലൊക്കെ പടക്കം പൊട്ടിക്കുകയും ലഡു വിതരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവസാന ലാപ്പിലെത്തുമ്പോഴേക്കും അവിടെ ഒരു തമാശയുണ്ട്, പിരായിരി എണ്ണയോ എന്ന് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ വലിയ തിരിച്ചടികൾക്കൊന്നും സാധ്യതയില്ല. മാത്രമല്ല അവിടെ NDA അക്കൗണ്ട് തുറക്കുമോ താമര വിരിയിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അർത്ഥമില്ല. അവരവിടെ ജയിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ മണ്ഡലത്തിൽ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് അവിടെ അതൊരു വലിയ വിഷയമായിരുന്നില്ല എന്നും രാഹുലിനെ ട്രാപ്പ് ചെയ്താണെന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗമാണ് അവിടെ കൂടുതലുള്ളത്. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം രാഹുൽ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയൊക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടു. അതാണ് നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും പല ആൾക്കാരും തോറ്റു പോകണം അല്ലെങ്കിൽ തോറ്റു പോകുമെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും അവർക്ക് മണ്ഡലത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഇപ്പം മാണിസാർ മത്സരിക്കുന്ന സമയത്ത് പലപ്പോഴും മാണിസാർ ഇത്തവണ തോൽക്കുമെന്ന് കേരളത്തിൽ എല്ലാവരും പറയും. പക്ഷേ മാണിസാറിനെ പാലായ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പാലക്കാർ മാണിസാറിനെ ജയിപ്പിച്ചു വിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെയാണ് പല മണ്ഡലങ്ങളുടെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ക്യാൻഡിഡേറ്റിനോടും അവർക്കുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പവും അവരവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ ആണ് ഏറ്റവും മറ്റൊരു നമുക്കറിയാം ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സ്ഥലമാണ്. സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിക്കുന്നു, അദ്ദേഹം മന്ത്രിയാവുന്നു. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഈ 2 വർഷം മുന്നേ ഉള്ളൊരു രാഷ്ട്രീയ സാഹചര്യം അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പത്മജയായിട്ട് നേരത്തെ സുരേഷ് ഗോപി മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. അന്ന് പത്മജ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, സുരേഷ് ഗോപി NDAന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ പത്മജ BJPയിൽ അഭയം പ്രാപിക്കുകയും അതേ സീറ്റിൽ വന്ന് മത്സരിക്കുകയും ചെയ്യുന്നത്. പത്മജ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂരിൽ വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിയായ പത്മജ ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം തൊട്ട് എതിരാളി എന്ന് പറയുന്നത് പല്ലനാണ്, രാജൻ പല്ലൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കോർപ്പറേഷൻ മേയറായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വളരെ സജീവ സാന്നിധ്യമാണ്
എത്രയോ വർഷങ്ങളായിട്ട് തൃശ്ശൂറുകാർക്ക് വളരെ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ് രാജൻ പല്ലൻ. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ തവണ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ചില നിലപാടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികളിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. പലതരത്തിലുള്ള അട്ടിമറികളുണ്ടായി. ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ പത്മജ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പത്മജിയുടെ സ്വപ്നം പൂവണിയും ഇല്ല എന്നാണ്. അതിനൊരു കാരണം സുരേഷ് ഗോപി കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകിച്ച് പറഞ്ഞത്. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ലഭിക്കും അല്ലെങ്കിൽ എന്തൊക്കെയോ മാത്രമല്ല, സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒട്ടും പക്വമായിട്ടല്ല അവിടെ പല കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോവുക. ഇപ്പം ഒരു പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ പോലുള്ള സാഹചര്യമല്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പത്മം അവിടെ വിടരില്ല എന്ന് തന്നെ. അതുകൊണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ അവിടെ ഒരു ഫിറ്റായ സ്ഥാനാർത്ഥിയല്ല. അപ്പം അദ്ദേഹം നല്ല കവിയും നല്ല എഴുത്തുകാരനും നിരൂപകനൊക്കെയാണ്. നന്നായി ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് അത്രത്തോളം പ്രാപ്തിയുണ്ട് എന്നുള്ളത് വലിയ വിഷയമാണ്. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ ടേമിൽ ബാലേന്ദ്രനായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം കവിയായിരുന്നു, നല്ല പാട്ടുകാരനൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ടേമോടുകൂടി തന്നെ ആളുകൾ മടുത്തു വെറുത്തു എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വീണ്ടും ചാൻസ് കൊടുക്കാതെ അദ്ദേഹത്തിന് മാറ്റി ആലങ്കോടിനെ കൊണ്ടുവരുന്നത്. ആലങ്കോട് ജയിച്ചാലും ഇതേ അവസ്ഥയുണ്ടാവുക. അതുകൊണ്ട് പല്ലൻ അവിടെ ജയിച്ചു കയറാനാണ് സാധ്യത. അതായത് UDF മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തേറമ്പലിന് ശേഷം ചിലപ്പോൾ പലനായിരിക്കും അതിൻ്റെ ഒരു തുടരവകാശികളെ. ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. VS സുനിൽകുമാർ തൃശ്ശൂർ മത്സരിക്കാൻ വരികയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മത്സരം കടുത്തേനെ. ചിലപ്പോൾ സുനിൽകുമാറിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞേനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് CPIയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമാണ്, നമുക്കറിയില്ല. അങ്ങനെ അത്തരത്തിൽ നിലപാടുകൾ എടുത്തതുകൊണ്ട് മാത്രം രണ്ട് ഭാഗത്തും നഷ്ടപ്പെട്ടു പോകുന്ന കുറേ മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അടുത്ത ഇനി നമുക്ക് നോക്കേണ്ട മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം UDFന്റെ കോട്ടയാണെങ്കിൽ അതുപോലെ തന്നെയുള്ളൊരു കോട്ടയാണ് ശരിക്കും എറണാകുളം എന്ന് പറയാവുന്നത്. നമ്മൾ ഇതിൽ പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലം കൂടിയുണ്ട്. മലപ്പുറം പറഞ്ഞപ്പോഴാണ്, മലപ്പുറത്ത് ശക്തമായ 2 സ്ഥലങ്ങളിൽ മത്സരം നടക്കുന്നത്. അത് ഒന്ന് തിരൂരാണ്. തിരൂരിൽ എന്തുകൊണ്ടാണ് മത്സരം നടക്കുന്നത്? മന്ത്രി മത്സരിക്കുന്നുള്ളതാണ്. അദ്രീവൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സീറ്റിൽ നിന്ന് മാറിയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ ലീഗിന്റെ ഒരു കോട്ടയിലാണ് അദ്ദേഹം പോയി മത്സരിക്കുന്നത്. അതുകൊണ്ട് കുറെ മന്ത്രിമാർ തോൽക്കുമെന്ന് പ്രചരണം ഉണ്ടല്ലോ. ഒരു മന്ത്രി നമുക്ക് വേണമെങ്കിൽ തിരൂരിലെ അബ്ദുറഹ്മാന്റെ മത്സരത്തെ, ഈ അബ്ദുറഹ്മാന്റെ മത്സരത്തില് പുള്ളി അവിടെ പോയി മത്സരിക്കുന്നതിന് പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. പുള്ളിയുടെ ജന്മനാടാണത്. പുള്ളിക്ക് ഒരിക്കലെങ്കിലും ജന്മനാട്ടിൽ മത്സരിക്കണം. നല്ലതാണ്. ഈ മത്സരം നിർത്തുന്നതിന് മുന്നായിട്ട് സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നതൊക്കെ നല്ലതാണ്. അദ്ദേഹം മെസ്സിപ്പേടിയിൽ ആകെ ഭയന്നിരിക്കുന്നു. എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് മെസ്സി ആയിരിക്കും പുള്ളിയുടെ അന്തകനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ KT ജലീലും VS ജോയും മത്സരിക്കുന്ന തവനൂരാണ് അടുത്തൊരു ശക്തമായ മത്സരം നടക്കുന്നത്. നമുക്കറിയാം KT ജലീൽ എല്ലാ കാലത്തും അവിടെ സുൽത്താനായി വാഴുകയാണ്. അദ്ദേഹം ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അദ്ദേഹം 3 തവണ മത്സരിച്ചു. ഈ 4ാം തവണയാണ് അദ്ദേഹം മത്സരത്തിനെത്തുന്നത്. അദ്ദേഹം മത്സരത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിക്കുക, എന്നാൽ നിർബന്ധിച്ച് അദ്ദേഹത്തെ നിങ്ങൾ നിർബന്ധിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് ഇത്തവണയും സ്ഥാനാർത്ഥിയായിരിക്കുന്നു. പക്ഷേ KT ജലീലിന് പഴയ തരത്തിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അത്ര ജനസ്വാധീനം ഇത്തവണ ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ VS ജോയ് എന്ന് പറയുന്നത് മലപ്പുറം കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വളരെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ DCC അധ്യക്ഷനൊക്കെ ആയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവിടെ വളരെ ആവേശകരമായാണ് പോകുന്നത് എന്നുള്ളതാണ്. ജയിച്ചാൽ തന്നെ KT ജലീൽ വളരെ ചെറിയ മാർജിനിൽ മാത്രം ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് മലപ്പുറത്ത് നല്ല മത്സരമാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഈ 2 മണ്ഡലങ്ങളിൽ നെക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ VS ജോയ്ക്ക് അവിടെ അനുകൂലമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബൈ ഇലക്ഷനിൽ VS ജോയിയാണ് നിലമ്പൂർ മത്സരിക്കും എന്നുള്ള സമീപനം സ്വീകരിച്ചു എന്ന് പറയുന്നത്. അത് സാധാരണ കോൺഗ്രസ്സുകാരുടെ കാണാത്തൊരു സാധനമാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് ലീഗിന്റെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് കൂടെ നമുക്ക് കാണണം. ചിലപ്പം അവിടെ വലിയ ക്രിസ്ത്യൻ വോട്ടുകളുള്ള സ്ഥലമല്ല, എന്നിട്ട് പോലും അദ്ദേഹം അവിടെ വളരെ ധൈര്യത്തോടുകൂടി മത്സരത്തിന് വന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു നല്ല മാതൃകയാണ്. അതെ. അപ്പം ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പം ജാതി മത പരിഗണനകളോടെ അല്ല ഒരു അത്തരത്തിൽ മത്സരിക്കേണ്ടത്. അത്തരം മത്സരങ്ങളും ശരിയല്ല, അത് നല്ല കീഴ്വഴക്കമല്ല. അതുകൊണ്ട് VS ജോയി അതൊന്നും അല്ലാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ
മറ്റൊരു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലമൊക്കെ സ്വീകരിക്കുമായിരുന്നു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ മത്സരിക്കും. അദ്ദേഹത്തിന് തിരുവമ്പാടിയായിരുന്നു അതെ, തിരുവമ്പാടി അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിജയം ചിലപ്പോൾ കേരളത്തിലെ ഒരു മാതൃകപരമായ വിജയം തന്നെയായിരിക്കും. അങ്ങനെയുള്ള ചില മാതൃകകൾ ഉയർന്നു വരണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. ഇനിയിപ്പം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട മണ്ഡലം നമ്മളൊക്കെ ഇരിക്കുന്ന എറണാകുളം ജില്ല എന്ന് പറയുന്നത് എക്കാലത്തും UDFന്റെ ഒരു പൊന്നാമരം കോട്ട എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ മാത്രമാണ് ഒരു മാറ്റം സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴാണ് കാറ്റ് തിരിച്ച് വീശുന്ന പോലൊരു ഫീലാണ് നമുക്കിവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ. നല്ല ചൂടാണ് പുറത്ത്. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ആ അടിക്കുന്ന കാറ്റിന് വലതുവശം ചേർന്ന് പോകുന്നൊരു ഫീല് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ അങ്കമാലിയാണല്ലോ ഇപ്പം LDFന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. റോജി M. ജോണാണ് തിരിച്ചു പിടിക്കുന്നത്. റോജി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. അപ്പോൾ റോജിയെ സംബന്ധിച്ചിടത്തോളം റോജിക്ക് വലിയ സ്വീകാര്യതയുള്ള ഒരു സ്ഥലമാണ് അങ്കമാലി. അങ്കമാലിക്കാരനല്ല പുള്ളി, എങ്കിൽ മലബാറിൽ നിന്ന് വന്ന് റോജി അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദൈവത്തോടെ തുടരുന്നുണ്ട്. റോജിക്കെതിരെ അങ്ങനെ ഒരു ശക്തമായ ഒരു എതിരഭിപ്രായം ഒന്നും അവിടെ ഇല്ല. ചില ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് അവിടെ മത്സരം കനത്താണെങ്കിൽ പോലും ഒടുവിൽ UDFന്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച് കയറുമെന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ്. കാരണം തൃപ്പൂണിത്തുറയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJPക്ക് കുറച്ചും കൂടി സ്വീകാര്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ BJP അല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. അവിടെ 2020 എന്ന പ്രസ്ഥാനമാണ് ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വൈപ്പിനിലെ MLA ആയിരുന്ന ഉണ്ണികൃഷ്ണനാണ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി. നമുക്ക് കെ ബാബു ഒറ്റത്തവണ മാത്രം തോറ്റുപോവുകയും പിന്നീട് കെ ബാബുവിന്റെ ഉള്ളങ്കയിൽ നിന്നിരുന്ന ഒരു മണ്ഡലമാണ്. ഒരു തവണ സുരാജിനോട് തോറ്റുപോയി. പക്ഷേ പിറ്റേ തവണ സുരാജിനെ തന്നെ തോൽപ്പിച്ച അദ്ദേഹം MLA. അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് അവിടെ മറ്റേ ദീപക് ജോയി സ്ഥാനാർത്ഥിയായി വരുന്നത്. ദീപക് ജോയിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ബാബു പൂർണ്ണമായും കളത്തിലുണ്ട് എന്നുള്ളതും കൂടി അവിടെ ഒരു വലിയ പ്രത്യേകത. അതാണ് ഈ തവണത്തെ ഒരു വലിയൊരു മാതൃക തന്നെയാണ് കെ ബാബു എന്ന് പറയുന്നത്. ബാബു ഞാൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല മത്സരിക്കാൻ ഇല്ലാന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം മാറി നിന്നില്ല. അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് താൻ എങ്ങനെ മത്സരിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് മത്സരം. ഈ ചില മണ്ഡലങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നൊരു സാധനം ഉണ്ടാകും. ഈ തൃപ്പൂണിത്തുറയുടെ പേര് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് ചക്ക വിരിഞ്ഞാൽ താമരയാകും എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയാണ് കയറി വരുന്നത്. ഈ എന്തുകൊണ്ടായിരിക്കും ഈ എറണാകുളത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് 2020 ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞു പോകണം. രാഷ്ട്രീയമാണോ അരാഷ്ട്രീയതയാണോ എന്നുള്ളത് ഞാൻ അതിനെ എപ്പോഴും വിലയിരുത്തിയത് അരാഷ്ട്രീയമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാനാർത്ഥികളൊന്നും മത്സരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു മത്സരത്തിൽ ഇതുപോലെ ഉള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനായിട്ട് 2020 തീരുമാനിക്കുകയും അതിന് BJPയും NDAയും അതിന് സമ്മതം മൂടുകയും ചെയ്തേക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, BJP എന്തുകൊണ്ടാന്നുള്ളത് BJP ഒരു കൈയൊഴിഞ്ഞ കുറേ മണ്ഡലങ്ങൾ കൈയൊഴിയാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആദ്യം 40 സീറ്റൊക്കെ കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീടാണ് അത് 19 സീറ്റിലേക്ക് മാറിയത്. അപ്പം BJPക്ക് നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന മണ്ഡലമാണ് എന്നറിയാം. പക്ഷേ അവർക്ക് വലിയ പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലം കൂടിയാണ്. നല്ല കാലമായി വലിയ സ്ഥാനാർത്ഥികളാണ്. തുറവൂർ വിശ്വംഭര മാഷും പിന്നെ ഡോക്ടർ KS രാധാകൃഷ്ണനൊക്കെ മത്സരിച്ച സ്ഥലമാണ്. തുറവൂർ വിശ്വംഭര മത്സരിച്ച സമയത്ത് KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ആണ്. പക്ഷെ ഇത്തവണ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയൊന്നും അല്ലാതെ ഇപ്പം 2020 കൊടുത്തു എന്നുള്ളതല്ല അതിലെ വിഷയം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകളാണ് നമ്മൾ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമാണ്. NDAയുടെ എന്തുകൊണ്ടാണ് അവർ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചു എന്നത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അത് ചില ഡീലുകളുണ്ട്, അതൊക്കെയുണ്ട്. അതിനൊക്കെ മറികടന്ന് വേണം UDF വിജയിച്ച് വരാൻ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടതുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് KN ഉണ്ണികൃഷ്ണനെ വൈപ്പിൽ നിന്ന് മാറ്റി എന്നുള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ തൃപ്പൂണിത്തുറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിന് വ്യക്തമായ ഉത്തരം കൊടുത്തിട്ടില്ല. അതിന് അവർ പറഞ്ഞത് എന്താണ്, മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശക്തനായ ഒരാളിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത്ര ശക്തനൊന്നല്ല ഉണ്ണികൃഷ്ണൻ വൈപ്പിനിൽ അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുമല്ല. അപ്പോൾ ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. അതിൻ്റെ ഗുണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമല്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ കളമശ്ശേരി മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ലീഗ് മലപ്പുറം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു മണ്ഡലം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത് കളമശ്ശേരി മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണയാണ് P. രാജീവ് അത് തിരിച്ച് പിടിക്കുന്നത്. P. രാജീവ് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് P. രാജീവിൻ്റെ കൈകളിലേക്ക് അവിടെ അസംതൃപ്തരായ ഒരു പറ്റം ലീഗ് വിമതർ
കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഒരു പ്രയോഗം. ഇത്തവണ എന്തായിരിക്കും അവിടുത്തെ? കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ കളമശ്ശേരി ഉണ്ടായത് തൊട്ട് അവിടെ സ്ഥാനാർത്ഥിയായി അല്ല അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നത് ഇബ്രാഹിം കുഞ്ഞായിരുന്നു. കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കി. കാരണം അദ്ദേഹം ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, രണ്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ പാലമായല്ലോ പാലാവരട്ട് പാലം, വലിയ ചർച്ചാ വിഷയമായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം UDF-നെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധങ്ങളിൽ ഒന്ന് ഈ പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥി ആവാതിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി. ലീഗിൽ വലിയ ഒരു വൻ വിഭാഗം, അതായത് ജില്ലാ ലീഗിലെ ഒരു വൻ വിഭാഗം പണക്കടത്തുകയും അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നും, അത് വലിയ അഹമ്മദ് കബീറിനെ പോലെയുള്ള നേതാക്കന്മാരുടെ വീടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം മങ്കടയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ സമയമായിരുന്നു അഹമ്മദ് കബീറിന്. അപ്പോൾ അഹമ്മദ് കബീർ അവിടെ സ്ഥാനാർത്ഥിയാവട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു. പക്ഷേ പാണക്കാട് അത് തള്ളി. കാരണം നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവാണ്, മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖനായ നേതാവാണ് ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഇത് അവിടെ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളത്. രാജീവ് വിജയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചിരുന്നത് യുവ നേതാവ് സ്വരാജ് ആയിരുന്നു. സ്വരാജ് ഒരുപക്ഷെ അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ ഈ നിലവിലുള്ള രണ്ടാം പിണറായി സർക്കാരിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് സ്വരാജ് വരേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ രാജീവിന്റെ ഭാഗ്യവശാൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിന്റെ അകത്തൊക്കെ പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ രാജീവിന് സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ കാലാവസ്ഥ. ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു ഇടുത്തി വന്ന് വീഴുന്ന പോലെയാണ് പെട്ടെന്ന് ഇപ്രാവശ്യം ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് ഞാൻ ആ മണ്ഡലത്തിൽ 1-2 തവണ പോകുന്ന സമയത്ത് അവിടെ കേട്ടിരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കുറേ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. CIT-കാർ തന്നെ ആ ഫ്ലെക്സ് എടുത്തു മാറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്താണെന്ന് പേഴ്സണലി ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല മണ്ഡലത്തിൽ. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രം ഫ്ലെക്സ് വെച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പം UDF ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയാണ്, ഫ്ലെക്സുകളിലൂടെ വികസനം കൊണ്ടുവരുന്ന ഒരാൾ എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമൊന്നും ലീഗിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലീഗിൽ നിന്നല്ല, അവിടെ UDF-ലില്ല എന്ന് തന്നെ പറയാം. UDF-ൽ PD സതീശൻ നേരിട്ട് അവിടെ വരികയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല ഈ പറയുന്ന അഹമ്മദ് കബീർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ട്രോങ് ആയിട്ട് തന്നെ രംഗത്തുണ്ട്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യം, ഈ പാലാരിവട്ടം പാലം പ്രചാരണായുധമാക്കിയപ്പം അതിൻ്റെ അകത്ത് 45 പാലങ്ങൾ ഉദ്ഘാടനം നടത്തിയ ഒരു മനുഷ്യനാണ്. ഒരു പാലത്തിൻ്റെ പേരിലാണ് പുള്ളിനെ ക്രൂശിച്ചത്. അദ്ദേഹത്തിന് പെട്ടെന്നുള്ള മരണത്തിന് പോലും ആ ഒരു ആക്ഷേപങ്ങളും അദ്ദേഹത്തിൻ്റെ നേരെ നടത്തിയ ആക്രമണങ്ങളും കാരണമായിട്ടുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ പാലാരിവട്ടം പാലത്തിൻ്റെ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടായിട്ട് തന്നെ അത് ഉദ്യോഗസ്ഥലത്തിലുണ്ടായ വീഴ്ചയാണെന്നാണ് അദ്ദേഹം അന്നും പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ആരോപിച്ചതുപോലെ വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന്. ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടില്ല പാലാരിവട്ടം പാലം, 2 സൈഡിൽ നിന്ന് പൊളിച്ചു മാറ്റി ചെയ്തത്. അപ്പോൾ അത് ശാസ്ത്രീയമായി ഈ പല തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാര ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും ബാര ടെസ്റ്റിനൊന്നും ഒരിക്കലും ഈ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിരുന്നില്ല എന്ന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ചില സംശയങ്ങളും കൂടി അതിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പാലാരിവട്ടം പാലം അഴിമതി കേസ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതൊരു നല്ല കീഴ്വഴക്കമല്ല. അത്തരത്തിൽ വലിയ തട്ടിപ്പുകളെ നടത്തി പാലം ഉണ്ടാക്കും എന്നൊക്കെ പറയാൻ നല്ല കീഴ്വഴക്കമല്ല. അതിനുശേഷം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. എന്തായാലും ഇത്തവണ പാലാരിവട്ടം പാലം ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പാലാരിവട്ടം പാലം ശ്രദ്ധയിൽ ഒരിക്കലും ഒരു പ്രചരണ സ്ഥലങ്ങളിലും പാലാരിവട്ടം പാലത്തെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ അത്ര എളുപ്പമല്ല എന്നും കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ അനുപ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പക്ക UDF മണ്ഡലമായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കടുത്ത മത്സരം നടക്കുന്നത്. പക്ഷേ ഇത്തവണ പെരുമ്പാവൂരിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. കാരണം അവിടെ കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കേരള കോൺഗ്രസിന് അത്യാവശ്യം വോട്ട് ഷെയറുള്ള ഒരു സ്ഥലം തന്നെയാണ് പെരുമ്പാവൂർ നമ്മളിൽ കാണേണ്ടത്. പിന്നെ മാത്രമല്ല അവിടെ സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിൽ മാറിയുമായി ബന്ധപ്പെട്ടുള്ള ചില മനോജ് മുത്തേടനാണ് ഈ UDF-ന്റെ സ്ഥാനാർത്ഥി. അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന
എൽദോസ് കുന്നപ്പള്ളി സീറ്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തി അദ്ദേഹം AICC നേതൃത്വത്തിന് പലതവണ കണ്ടു. KPCC നേതൃത്വമായി നിരവധി ചർച്ചകൾ നടത്തി അദ്ദേഹം ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് കുറേ മുന്നോട്ട് പോയി. പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹം സീറ്റ് നിഷേധിക്കപ്പെട്ടു. കാരണം അദ്ദേഹം മറ്റൊരു ഈ ഒരു അരവണത്തിൽ പെട്ടുകിടക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് ചിലപ്പോൾ ഗുണം ചെയ്യില്ല എന്നുള്ളൊരു തോന്നലിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. പക്ഷെ അതവിടെ ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം കുന്നപ്പള്ളി എന്തായാലും മനോജ് മുത്തേടനെ വിജയിപ്പിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു പരാജയം മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായൊരു തോൽവി ചിലപ്പോൾ UDF ഉണ്ടാകാവുന്ന സ്ഥലമാണ്. മനോജ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എൽദോസിന് അവിടെ തിരിച്ചു വരാൻ പറ്റില്ല. തീർച്ചയായും അവിടെ അദ്ദേഹം നിഷ്കാസനാവും എന്നാണ് അദ്ദേഹത്തിന് അറിയാം. തോൽവി ഉണ്ടായ അടുത്ത പ്രാവശ്യം വന്നിട്ട് അത് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ബോധ്യത്തിലാണ് അവിടെ കുന്നപ്പള്ളി നീങ്ങുന്നത്. അതുകൊണ്ട് കടുത്ത മത്സരം നടക്കുമ്പോഴും ഈ ചില എന്താ പറയുക അടിയൊഴുക്കുകൾ ഈ പണ്ടൊരു സമയത്ത് ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റുകൾക്ക് ചാർജ് കൂടും എന്നുള്ളൊരു മാത്രമല്ല കേരള ഹൗസിൽ റൂം കിട്ടില്ല എന്നുള്ളൊരു ഈ ചർച്ചകൾ നടക്കുന്നത് 2 ദിവസം കേരള ഹൗസിലുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ വൻ തിരക്കായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥ കുറെ കാലങ്ങൾക്ക് ശേഷം വന്നത് ഈ ഇലക്ഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരാളുടെ അടുത്ത് പോസ്റ്റർ അടിച്ചോളാനായിട്ട് പറയുന്നു, അപ്പം മറ്റേ ആള് ഡിസൈൻ ചെയ്തു വെക്കുന്നു. ഇത് മൊത്തത്തിലൊരു 24 മണിക്കൂർ പറഞ്ഞു 48 മണിക്കൂർ 72 മണിക്കൂറും കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റാതെ പോയത് കോൺഗ്രസിന്റെ ഒരു വലിയ വീഴ്ചയാണ്. അത് ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ നമ്മളിപ്പം ഇനി പറഞ്ഞു പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പം തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിലും അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്നില്ല. കാരണം അവിടെ ഈസി ആയിട്ട് തന്നെ UDF വളരെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ MLA-ക്കെതിരെ ചില പ്രതിഷേധവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, പാർട്ടിയിൽ ചില ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എന്തായാലും ജയിച്ചു പോകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ തീർച്ചയായും ജയിക്കുന്ന സ്ഥലമാണ് ഈ തൃക്കാക്കര. എറണാകുളം TJ വിനോദാണ്. അദ്ദേഹം അവിടെ വിജയിച്ചു ജയിക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വൈപ്പിനാണ്. വൈപ്പിനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണികൃഷ്ണനെ മാറ്റിയിട്ട് അവിടെ ഷൈൻ എന്ന് പറയുന്ന മറ്റൊരു ഷൈനി എന്ന് പറഞ്ഞൊരു അവിടെ ഒരു കുടിവെള്ള പ്രശ്നം ഭയങ്കരമായിട്ട് അതെല്ലാ കാലത്തും ഉള്ളതാണ്. കാരണം വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ ഇന്നലെ ഉള്ളതല്ല, ദീർഘകാലമായുള്ളതാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഈ ഭരണ കക്ഷിക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധത്തിന് കാരണം. പിന്നെ മാത്രമല്ല KN ഉണ്ണികൃഷ്ണനെ അവിടെ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അവിടെ പാർട്ടിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ളൊരു എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ലായ്മ. പിന്നെ മാത്രമല്ല ഇപ്പൊ ശർമ്മയുമായി ബന്ധപ്പെട്ട്, ശർമ്മയാണ് യഥാർത്ഥത്തിൽ അടുത്തൊരു ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം. മുൻ മന്ത്രിയൊക്കെയാണ് അദ്ദേഹം, ദീർഘകാലം MLA-ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ശർമ്മ പക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് വൈപ്പിനിൽ എന്നുള്ളത്. പിന്നെ അവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ടോണി ചമ്മണിയാണ്. ടോണി ചമ്മണി നേരത്തെ അറിയാം മേയറൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ പോയി മത്സരിച്ച് തോറ്റുപോയെങ്കിൽ പോലും ഇത്തവണ ഈ വൈപ്പിനിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വൈപ്പിൻ തിരിച്ചു പിടിച്ചേക്കാം. പഴയ ഞാറക്കലാണ് ഈ വൈപ്പിൻ എന്ന് പറയുന്നത്. ഞാറക്കൽ പണ്ട് കുട്ടപ്പനൊക്കെ ജയിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? പറവൂരാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം. നമ്മളത് എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് പറയേണ്ടതുണ്ട്. അതെ, അത് സെപ്പറേറ്റ് പറയേണ്ടതുണ്ട്. അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. K സുധാകരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ വനവാസമാണല്ലോ, രാഷ്ട്രീയ വനവാസമായിട്ട് തോൽവി. ഇപ്പൊ ടൈസൺ മാഷ് അങ്ങനെ വലിയ ശക്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും അവിടെ ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? സാമുദായിക സമവാക്യങ്ങൾ മാത്രമല്ല, അവിടെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അവിടെ കൃത്യമായിട്ടുള്ള അടിത്തറ. അല്ല, ഇതൊക്കെ പറയുമ്പോഴും സതീശന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സതീശൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫൈറ്ററാണ്. പറവൂരിൽ ഫൈറ്റ് ചെയ്താണ് ഈ മണ്ഡലം പിടിച്ചെടുത്തതും പിന്നീട് നിലനിർത്തിയത്. ഇപ്പൊ നമുക്കറിയാലോ CPക്ക് ഭയങ്കര വളക്കൂറുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പറവൂര്. പക്ഷെ പറവൂരിന് ശരിക്കും കോൺഗ്രസിന്റെ ഒരു വലിയ പാരമ്പര്യം കൂടിയുള്ള സ്ഥലമാണ് കേട്ടോ. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു LDF മണ്ഡലമല്ല, ഒരിക്കലായിരുന്നില്ല. CPIന്റെ സ്ഥാനാർത്ഥി രാജു 2 തവണ ജയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അദ്ദേഹം VD സതീശൻ വന്നതിന് ശേഷം പിന്നീട് അത് ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല പറവൂരിൻ്റെ ഒരു ഏറ്റവും വലിയ ഇത്തവണ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പറവൂരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളൊരു നറേറ്റീവ് അവിടെ ഉണ്ട്. ആ ഒരു പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊരു പ്രത്യേക പോർഷനായിട്ട് തന്നെ എടുക്കേണ്ടി വരും. കാരണം അത് കേരള രാഷ്ട്രീയത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ സംസാരിക്കാൻ പോകുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രി ആകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേരളത്തിന്റെ പകുതി ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതെ, ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പകുതി ഭാഗം കൂടി കവർ ചെയ്ത് പോകാനായിട്ട്